മനുഷ്യരല്ലേ ഗ്രാമവാസീസ്. അവരിറങ്ങി പോകുന്നതിന്റെ ഇടയില് അവനുണ്ടല്ലോ ആ സൂര്യ, അവൻ തിരിച്ചെത്താതിരിക്കണം. നോക്കാം. അല്ല, അതാ വേണ്ടത്. മോളെ, ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളിത് പ്രതീക്ഷിച്ചത് തന്നെയാ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വിഷമം ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവർക്കും അതെ. ഒരു ചായ ഉണ്ടാക്കിയതിലൊന്നും അല്ല ചേച്ചി പ്രശ്നം. നമ്മളെ അപമാനിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. അച്ഛാ, നമുക്ക് പോവാം. അത് തന്നെയാ മോളെ അച്ഛൻ പറഞ്ഞു വരുന്നേ. അച്ഛാ, ഞങ്ങള് വന്നു, കുറച്ചേരം നിന്നു പോകുന്നു, അത്രേ ഉള്ളൂ മോളെ. ഇതിന്റെ പേരിൽ മോള് മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യ സാറ് തിരിച്ചു വന്ന ഇവിടെ നടന്ന കാര്യങ്ങളെ ചൊല്ലി വഴക്കുണ്ടാവും. അത് വേണ്ട മോളെ. മോളെ, നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ മുത്തശ്ശിയോട് പറഞ്ഞു. നിനക്ക് സൂര്യസാറിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അല്ലാതെ പത്മ മാഡത്തിന്റെ മക്കളുടെ മനസ്സ് മാറുമെന്നൊന്നും കരുതാൻ വയ്യ. ആ മോളെ, കൊണ്ടുവന്നത് സൂര്യ സാറിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. നടന്നില്ലല്ലോ. അത് സാരമില്ല. യോഗമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറിന്റെ കയ്യില് മോളിത് കൊടുത്താ മതി. എന്തായാലും ഒരു വിഷുവായിട്ട് അച്ഛനെ കൊണ്ട് ഇതെങ്കിലും കഴിഞ്ഞല്ലോ. ഇതാ മോളെ. നിങ്ങള് വന്നാ സൂര്യസാറ് വേറെ എവിടെയും പോയില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി എവിടേക്കോ. ഇവിടെ ഇതൊക്കെ സംഭവിക്കുമെന്ന് സാറിന് അറിയില്ലല്ലോ. വിട്ട് കള ചേച്ചി. നമുക്ക് ഇവിടുത്തെ തറയെ പോലും ചവിട്ടാനുള്ള യോഗ്യതയില്ലാന്ന് അവര് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇതിനകത്ത് കയറി നടക്കാനും ഇവിടെ നിൽക്കാനും ഒന്നും. ചേച്ചി, ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നാ മതി. അവിടെ ആവുമ്പോ ഇവരാരും ചോദിക്കാനുണ്ടാവില്ലല്ലോ. സുദേവ, എന്നാ പിന്നെ മോൻ വരുന്നതിന് മുമ്പ് നമുക്കിറങ്ങാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് മനസ്സ് വേദനിച്ചുകൊണ്ട് ഇറങ്ങേണ്ടി വരും നമ്മള്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ മോളെ. സൂര്യസാറിനെയും കൂട്ടി വിഷുവിന്റെ അന്ന് ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് അവിടെ കൂടാടി. നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രല്ലേ ഉള്ളൂ. വാ. പത്മ മേഡത്തിനോടൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു ചേച്ചി. എന്തിന്? ഇനിയും ചീത്ത കേൾക്കാനോ? അല്ല, അവര് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചോട്ടെ. നമ്മളെ ഇറങ്ങേണ്ടതായിരുന്നല്ലോ അവരുടെ ആവശ്യം. ഇനി അതിന്റെ കണക്കൊപ്പിക്കാൻ നിൽക്കാൻ പോവാണോ? പോവാന്ന് പറഞ്ഞാ പോവാം. അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല അച്ഛാ. അവളുടെ സങ്കടം കൊണ്ട്. ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ശിക്ഷ കിട്ടുമ്പോ എല്ലാവർക്കും ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നും. ചേച്ചി, പലതവണ ചേച്ചിയെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നൂടെ? വീട്ടിൽ ചെന്ന് ഇക്കാര്യം മുത്തശ്ശിയോട് പറയുമ്പോ മറുപടി മുത്തശ്ശി പറഞ്ഞുതരും. അതെന്ത് മറുപടിയാ?
അതൊക്കെയുണ്ട്. അല്ല, വീട്ടിലെ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് പോരാനുള്ള തിരക്കില് അതൊന്നും വച്ചിട്ടില്ല മോളെ. പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വാങ്ങിച്ചോണ്ട് പോവാം. ഞാൻ എന്നാ കുറച്ച് ഭക്ഷണം എടുത്ത് പൊതിഞ്ഞു തരട്ടെ? ബെസ്റ്റ്. എന്നിട്ട് അത് കണ്ടിട്ട് വേണം സുദേവന്റെ കുടുംബം വന്ന് മുതലാളിയുടെ കുടുംബം കൊള്ളയടിച്ചോണ്ട് പോയിന്ന് പത്മ മേഡം പറയാൻ.